Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളേക്ക് നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് പരിചയപ്പെടാം. കൂടാതെ നമുക്ക് നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടുകളും ഒന്ന് അനലൈസ് ചെയ്യാം. എന്തായാലും നിഫ്റ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഒരു 183 പോയിൻറ്റിൻ്റെ ഒരു റാലിയാണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റി ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിൽ ഈ ഒരു റേഞ്ച് റെസിസ്റ്റൻസ് ആയിരിക്കും. കാരണം ഈ റേഞ്ച് ഒരുപാട് നാൾ സപ്പോർട്ട് എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇൻഡെക്സ് നിഫ്റ്റി നമ്മൾ അന്ന് പറഞ്ഞത് ഇവിടുന്ന് ഇപ്പോൾ നല്ല രീതിയിൽ താഴത്തോട്ട് വന്നു, ഇവിടുന്ന് നല്ല രീതിയിൽ മേലോട്ട് പോയി, ഈ റേഞ്ച് റെസിസ്റ്റൻസ് ആയിരിക്കും എന്നുള്ളത്. അതിനുശേഷം ചിലപ്പോൾ ഒന്ന് താഴത്തോട്ട് വന്നിട്ട് ഇവിടുന്ന് ഒരു പുൾ ബാക്ക് തന്നിട്ട് ഈ റേഞ്ച് വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും പോകുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു 2 ദിവസം മുമ്പത്തെ വീഡിയോ നമ്മൾ ഇതേപോലെ ലൈൻ വരച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഏകദേശം നിഫ്റ്റിയുടെ ചാർട്ടുകൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ നമുക്കറിയില്ല ഈ റേഞ്ചിൽ നിന്ന് ഇവിടുന്ന് ഇപ്പോൾ റീടെസ്റ്റ് ചെയ്തിട്ട് ഈ സ്റ്റോക്ക് ഈ ഒരു ഇവിടുന്ന് താഴത്തോട്ടൊന്ന് ഇവിടുന്ന് ഈ റേഞ്ച് വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി നമുക്ക് വീണ്ടും ഒരു ബെയറിഷ് മൂവ്മെൻ്റ് ആയിരിക്കും. അതല്ല ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് ചിലപ്പോൾ ഒരു കൺസോളിഡേഷൻ കഴിഞ്ഞിട്ട് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി ഒരു സ്ട്രെങ്ത്ത് വരും ദിവസങ്ങളിൽ കാണാവുന്നതാണ്. അതുപോലെ സ്മോൾ ക്യാപ്പിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞ അതേ റേഞ്ചുകൾ തന്നെയാണ് ഇപ്പോൾ നന്നായിട്ട് റെസ്പെക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് നോക്കിയറിയാം കഴിഞ്ഞ 2 ദിവസത്തെ ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ അത്ര ഒരു സ്ട്രെങ്ത് കാണുന്നില്ല. ആ ഒരു ക്യാൻഡിൻ്റെ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഒരു ഗ്രീൻ ക്യാൻഡിലാണെങ്കിലും മേലേന്ന് കണ്ടില്ല, ഏകദേശം നല്ലൊരു ഹൈ പോയിട്ട് അവിടെ നല്ലൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു സ്മോൾ ക്യാപ്പിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസമാണെങ്കിലും അതേപോലത്തെ ഒരു ക്യാൻഡിൽ. അപ്പോൾ ഇങ്ങനത്തെ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്ട്രെങ്ത് ഇല്ല. കാരണം ഒരു ഹയർ റേഞ്ചിൽ നിന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ വരുന്നുണ്ടെന്നാണ് ഈ ഒരു സൂചന കാണിക്കുന്നത്. ഇങ്ങനത്തെ ഒരു നല്ലൊരു വീക്കാണ് നമുക്ക് ഈ സ്മോൾ ക്യാപ്പിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് കാണുന്നത്. ഇന്നൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തെങ്കിലും ആ ഒരു സെല്ലിങ് വന്നിട്ട് ഇന്നലത്തെ ഒരു ഹൈൻ്റെ അവിടെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് സ്മോൾ ക്യാപ്പിൽ സ്ട്രെങ്ത് ആണെങ്കിൽ നല്ലൊരു ക്യാൻഡിൽ ഫോമാണ്. നല്ല ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടല്ലോ, അങ്ങനെയുള്ളൊരു ക്യാൻഡിൽ ഫോം ആയാൽ മാത്രമാണ് നമുക്ക് സ്മോൾ ക്യാപ്പിൽ നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുള്ളൂ. പിന്നെ ഒരു റെസിസ്റ്റൻസ് വരുന്നത് 18,630 ആ റേഞ്ച് ഒരു റെസിസ്റ്റൻസും വരുന്നുണ്ട്. ആ റേഞ്ച് കൊണ്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സ്മോൾ ക്യാപ്പിൽ നമുക്ക് നല്ലൊരു മൊമെൻറ്റം കാണാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കാം. നാളത്തെ ക്ലോസിങ്ങും കൂടി നമുക്ക് നോക്കിയിട്ട് നമുക്ക് നാളെ വീഡിയോ എങ്ങനെ ചെയ്യാം. കാരണം ഇവിടെ നിന്നുണ്ട് ഈ ഒരു റേഞ്ചും ഒരു റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഹൈ കണ്ടില്ലേ. അപ്പോൾ അവിടെ നിന്ന് ഇന്നത്തെ ഒരു ഗ്യാപ്പ് അപ്പോൾ ഓപ്പൺ ചെയ്ത് അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ഒരു പോസിറ്റീവാണ്. പക്ഷേ ആ ക്യാൻഡിൻ്റെ ഫോർമേഷൻ കാണുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്കൊരു സ്റ്റോക്ക് നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയൊരു സ്റ്റോക്കാണ് ACI എന്ന് പറഞ്ഞൊരു സ്റ്റോക്കിൻ്റെ ചാർട്ടൊക്കെ നല്ലൊരു താഴത്ത് നല്ല രീതിയിൽ ഫോള് വന്നിട്ട് സ്റ്റോക്ക് കണ്ടോ, നല്ല രീതിയിൽ കണ്ടോ ഈ റേഞ്ചിൽ നിന്നൊക്കെ നല്ലൊരു ഫോളാണ് വന്നത്. പിന്നെ ഇവിടുന്ന് റിക്കവർ ആവാൻ നോക്കിയെങ്കിലും അധികം പോയില്ല. അതിനുശേഷം വീണ്ടും നല്ലൊരു ഫോള് വന്നു. പക്ഷേ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തില്ല, അതൊരു പോസിറ്റീവായിട്ട് എടുക്കാം. അതിനുശേഷം വീണ്ടും മേലോട്ട് കവർ ചെയ്ത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി വീണ്ടും താഴത്തോട്ട് വന്നു. കണ്ട് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തില്ല. അതിനുശേഷം വീണ്ടും മേലോട്ട് പോയി താഴത്തോട്ട് വന്നു. ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ആ ഒരു ഫോർമേഷൻ നമുക്ക് അറിയാം നിങ്ങൾക്ക് നല്ലൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാൻ സാധ്യത ഉണ്ട്. കാരണം ഒരുപാട് മൾട്ടിപ്പിൾ ടൈം ആ റേഞ്ചിലോട്ട് വന്നിട്ട് ആ ഒരു റേഞ്ചിൻ്റെ ആ ഒരു കോൺട്രാക്ഷൻ നിങ്ങൾക്ക് നോക്കിയറിയാം ചെറുതായി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു എൻട്രി നമുക്കൊരു 630 എബോ നമുക്കിതിലേക്ക് ഒരു എൻട്രി വേണമെങ്കിൽ നോക്കാം. ഒരു പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാനൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കും. ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിടുക. കാരണം നമ്മൾ എല്ലാ ദിവസവും ഇതുപോലുള്ള സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഈ സ്റ്റോക്കുകളുടെ എൻട്രി ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പാണ്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതായത് നമ്മൾ യൂട്യൂബിൽ പറയുന്ന സ്റ്റോക്കുകളുടെ ഡൗട്ടുകളോ എൻട്രി എടുക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ അങ്ങനെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് റൺ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ ടൈം കിട്ടാത്ത ദിവസം ഷോർട്സ് ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ മിക്കവാറും നമ്മൾ എല്ലാ ദിവസവും ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് മൊമെൻറ്റം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിത് ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ആ രീതിയിൽ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മൾ പറയുന്നതാണെങ്കിലും പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അതിൻ്റെ എൻട്രികളോ അതൊന്നും അറിയാത്ത ആളുകൾക്കാണെങ്കിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ചോദിച്ചാൽ ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞ് തരുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്